കർത്താവിന് സ്തോത്രം. കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൊരിന്ത്യ ലേഖനം അതിൻ്റെ പഠനത്തിൻ്റെ 6ാമത്തെ ഭാഗത്തേക്ക് സ്വാഗതം. വെൽക്കം ടു ദ സ്റ്റഡി ഓഫ് 1 Corinthians പാർട്ട് 6. ആറാമത്തെ ഭാഗത്ത് പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന വസ്തുത 1-ാം അധ്യായം 18-ാമത്തെ വാക്യം മുതൽ 2-ാം അധ്യായം 5-ാമത്തെ വാക്യം വരെ പരാമർശിക്കുന്ന ലോകത്തിൻ്റെ ജ്ഞാനം സുവിശേഷത്തിന് വിരുദ്ധമാണ്. ലോകത്തിൻ്റെ ജ്ഞാനം സുവിശേഷത്തിന് വിരുദ്ധമാണ്. സുവിശേഷം ലോകജ്ഞാനത്തിന് എതിരെ നിൽക്കുകയാണ്. ലോകജ്ഞാനം എന്ന് വേദപുസ്തകം പറയുമ്പോൾ മനുഷ്യന്റെ പ്രായോഗിക അറിവിനെ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദൈവിക പരിജ്ഞാനത്തിനെതിരെ, ദൈവിക പദ്ധതികൾക്കും ദൈവിക പ്രമാണങ്ങൾക്കും വിരുദ്ധമായി ലോകത്തിൽ നിലനിൽക്കുന്ന സിദ്ധാന്തങ്ങളും മതചിന്തകളും അതിൽ അടിസ്ഥാനപ്പെട്ടിട്ടുള്ള ജീവിത രീതികളെയുമാണ് ലോകത്തിൻ്റെ ജ്ഞാനം എന്ന് വിളിക്കുന്നത്. ഫോൾസ് വിസ്ഡം, പ്രാകൃതം എന്നാണ് യാക്കോബ് പറയുന്നത്. ഈ ലോകത്തിലെ ജ്ഞാനം പ്രാകൃതമാണ്. പ്രാകൃതം മനുഷ്യന്റെ മൂല്യങ്ങളിൽ നിന്നും രൂപാന്തരപ്പെട്ടു വന്ന ജ്ഞാനങ്ങൾ, അത് പ്രാകൃതമായിരിക്കും. ഇവിടെ പൗലോസിനെ ദൈവം വിളിച്ചത് സുവിശേഷം പ്രസംഗിക്കാനാണ്. പൗലോസിനെ കുറിച്ച് കൊരിന്ത്യയിലെ വിശ്വാസികൾ മുൻപോട്ട് വെച്ച ഒരു തെറ്റായ ധാരണയാണ് പൗലോസ് സുവിശേഷം ലോകജ്ഞാന പ്രകാരം പ്രസംഗിക്കുന്നില്ല എന്ന്. He doesn't preach the gospel with the wisdom of the world. പൗലോസിനെതിരെ അവിടുത്തെ വിഭാഗീയ ചിന്തകൾ വെച്ചു പുലർത്തുന്ന വ്യക്തികൾ, ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയ, പറഞ്ഞ് പരത്തിയ അധിക്ഷേപമായിരുന്നു അത്. പൗലോസ് സുവിശേഷം പ്രസംഗിക്കാൻ വിളിക്കപ്പെട്ടത് കൊണ്ട് മനുഷ്യൻ പഠിപ്പിച്ചിരുന്ന ഉപദേശങ്ങൾ, മനുഷ്യന്റെ ചിന്തകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന തത്വജ്ഞാന വീക്ഷണങ്ങൾ പൗലോസ് പഠിപ്പിച്ചില്ല. അത് ഈ ലോകത്തിന്റെ ജ്ഞാനമാണ്. പൗലോസ് ഈ അധ്യായം മുഴുവൻ, ഈ ഭാഗത്ത് മുഴുവൻ വസ്തുതകളും ലോകജ്ഞാനത്തിനെതിരെ നിരത്തിക്കൊണ്ടാണ് തൻ്റെ പഠനം മുൻപോട്ട് കൊണ്ടുപോകുന്നത്. പൗലോസ് ഇവിടെ അതിൻ്റെ കാരണങ്ങൾ, താൻ ലോകജ്ഞാനം പ്രസംഗിക്കാതിരുന്നതിൻ്റെ കാരണങ്ങൾ നിരത്തുന്നുണ്ട്. ഒന്ന്, അവൻ ലോകജ്ഞാനം പ്രസംഗിച്ചില്ല. കാരണം ദൈവം 19-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, ദൈവം അങ്ങനെയുള്ള ജ്ഞാനത്തെ ഭോഷത്വമായി കണക്കാക്കുന്നു. ലോകജ്ഞാനത്തെ ദൈവം ഭോഷത്വമായി കണക്കാക്കുന്നു. 2, കൊരിന്ത്യയിലെ വിശ്വാസികളുടെ ജീവിതത്തിൽ ലോകജ്ഞാനം അവരുടെ ആത്മിക ജീവിതത്തിൻ്റെ രൂപാന്തരത്തിന് കാരണമായിരുന്നില്ല. പൗലോസ് സുവിശേഷം പ്രസംഗിക്കുന്നതിന് മുൻപേ കൊരിന്ത്യയിൽ ലോകജ്ഞാനികളും ലോകജ്ഞാന തത്വചിന്തകളുടെ പ്രഭാഷണങ്ങളും പഠനങ്ങളും ഒക്കെ നിലനിന്നിരുന്നു. അവരെ രൂപാന്തരപ്പെടുത്തിയത് സുവിശേഷമാണ്. പാപമോചനം നൽകിയത് സുവിശേഷമാണ്.
അതുകൊണ്ട് അവരുടെ ജീവിതത്തിന്റെ പരിചയത്തിൽ നിന്ന് പോലും സുവിശേഷമല്ലാതെ മറ്റൊന്നും പ്രസംഗിക്കുവാൻ പൗലോസ് നിർബന്ധിതനായില്ല. ദൈവം മൂന്നാമത്തെ കാരണം 21-25 വാക്യത്തിൽ പറയുന്നത്, ദൈവം സുവിശേഷത്തെയാണ് നിർണയിച്ചിരിക്കുന്നത്, നിശ്ചയിച്ചിരിക്കുന്നത്. സുവിശേഷം കൊണ്ടാണ് ഈ ലോകത്തിലെ ജനങ്ങൾക്ക് മാനസാന്തരം കൊടുക്കുവാൻ ദൈവം പദ്ധതി ക്രമീകരിച്ചിരിക്കുന്നത്, സുവിശേഷത്തിലൂടെ. അപ്പം സുവിശേഷത്തിലൂടെയാണ് മനുഷ്യന് ദൈവം രക്ഷയ്ക്കുള്ള പദ്ധതിയുടെ സന്ദേശം ഉൾക്കൊള്ളുന്നത് സുവിശേഷത്തിലാണ്. അതുകൊണ്ട് സുവിശേഷമാണ് പ്രസംഗിക്കൽ, ലോകജ്ഞാനമല്ല. 4, കൊരിന്ത്യയിലെ ജനങ്ങളുടെ ജീവിതത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്, അവർ ലോകജ്ഞാനം അഭ്യസിച്ച കാലത്തല്ല അവർക്ക് ജീവരക്ഷ ഉണ്ടായത്, പാപമോചനം ഉണ്ടായത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയും. മനുഷ്യൻ്റെതായ ഒരു കാരണം കൊണ്ടല്ല അവർക്ക് രക്ഷ ഉണ്ടായത്, അത് സുവിശേഷത്തിൻ്റെ ഉള്ള വിശ്വാസത്താൽ മാത്രം. അപ്പോൾ പ്രസംഗിക്കേണ്ടത് സുവിശേഷമാണ്. 4 കാരണങ്ങൾ പൗലോസ് ഇവിടെ നിരത്തുന്നു. മനുഷ്യജ്ഞാനത്തിന്റെ പരിമിതി എന്ന് പറയുന്നത്, ആ ജ്ഞാനത്തിന് മനുഷ്യന് അവന്റെ രക്ഷ സ്വായത്തമാക്കുവാൻ കഴിയുന്ന രീതിയിൽ ദൈവികമായ ജ്ഞാനത്തെ അന്വേഷിച്ച് കണ്ടെത്താൻ കഴിയുകയില്ല. ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നില്ല എങ്കിൽ മനുഷ്യന് ദൈവത്തെ കണ്ടെത്താൻ കഴിയുകയില്ല. അതുപോലെ തന്നെ ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്ന വസ്തുതകൾ മനുഷ്യജ്ഞാനത്താൽ വെളിപ്പെടുത്താൻ സാധ്യമല്ല. അത് അവർക്ക് ഭോഷത്വമായിട്ടാണ് തോന്നുന്നത്. ദൈവിക ജ്ഞാനം ജ്ഞാനികൾക്ക് ഭോഷത്വമായിട്ടാണ് തോന്നുന്നത്. കൊരിന്ത്യയിലെ ജനങ്ങൾ, വിശ്വാസികൾ രക്ഷിക്കപ്പെട്ടത് അവർ കൊരിന്ത്യയിലുള്ള ജ്ഞാനികളായിരുന്നത് കൊണ്ടല്ല, കൊരിന്ത്യയിലെ മറ്റ് സാമാന്യ ജനങ്ങളെക്കാൾ കൂടുതൽ ജ്ഞാനികളോ തത്വജ്ഞാനികളായതുകൊണ്ടല്ല, മറിച്ച് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ അവർക്ക് ദൈവം അവരെ തിരഞ്ഞെടുത്തതുകൊണ്ടും ദൈവം അവരെ വിളിച്ചതുകൊണ്ടും യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ് അവർക്ക് രക്ഷയുണ്ടായത്. 26 മുതൽ 30 വരെയുള്ള വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദൈവം രക്ഷയ്ക്കുള്ള പദ്ധതി ഒരുക്കിയിരിക്കുന്നത് മനുഷ്യർക്കാർക്കും സ്വയം പുകഴുവാൻ കഴിയാത്ത വിധമാണ്. മനുഷ്യന് പുകഴുവാൻ കഴിയില്ല അവന്റെ രക്ഷയ്ക്ക്. അങ്ങനെയാണ് ദൈവം രക്ഷയുടെ പദ്ധതി ക്രമീകരിച്ചിരിക്കുന്നത്. That the plan of God, the way of salvation, God planned it that way, so man has no chance to glory in himself. അവന് പുകഴുവാൻ യാതൊരു സാധ്യതയും അവശേഷിക്കാത്ത വിധത്തിലാണ് ദൈവം രക്ഷയുടെ പദ്ധതി ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ലോകജ്ഞാനം പ്രസംഗിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. കൊരിന്ത്യയിലെ ജനങ്ങൾ അവർ ആരാധിച്ചു പോകുന്ന, അല്ലെങ്കിൽ അവർ ആദരിച്ചു പോകുന്ന തത്വചിന്തകന്മാരുടെ പ്രഭാഷണങ്ങൾ നിമിത്തമല്ല അവർ എന്ത് ചെയ്തത്, രക്ഷിക്കപ്പെട്ടത്. കൊരിന്ത്യയിലെ വിഭാഗീയതയുടെ ഒരു ഭാഗം എന്ന് പറയുന്നത് പ്രഭാഷകരുടെ വാക്ചാതുര്യമോ
പ്രഭാഷകരുടെ ശൈലിയോ ഒക്കെ അടിസ്ഥാനപ്പെട്ടായിരിക്കണം അവരുടെ ഇടയിൽ വിഭാഗീയത ഉണ്ടായത്. അപ്പൊ വിഭാഗീയതയെ അഡോർ ചെയ്യുന്ന ആ പ്രവണതയെ പൗലുസ് വിമർശിക്കുകയാണ് ചെയ്യുന്നത്. 18-ാം അധ്യായം 1-ാം അധ്യായം 18 മുതൽ 4-ാം അധ്യായം 17-ാം വാക്യം വരെ. അവിടുന്ന് മുൻപോട്ട് പോകുമ്പോൾ പൗലുസ് പറയുന്നത്, സുവിശേഷം ലോകജ്ഞാനത്തിനും ലോകശക്തിന്റെ ശക്തിക്കും നേരെ വിപരീതം. ആദ്യം 18 മുതൽ 25 വരെയുള്ള വാക്യത്തിൽ സുവിശേഷം നിഷേധിക്കുന്നവരുടെ അവസ്ഥയാണ് പൗലോസ് വിവരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് സുവിശേഷം സ്വീകരിക്കുന്നവരുടെ സാമൂഹികമായ സ്റ്റാൻഡിംഗ് വെളിപ്പെടുത്തും. 26 മുതൽ 31 വരെയുള്ള വാക്യത്തിൽ. 2-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യത്തിൽ പൗലോസ് സന്ദേശകന്റെ സ്വഭാവത്തെ വിവരിക്കുകയാണ്. ഇനിയും 1-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള വാക്യം നമുക്ക് പരിശോധിക്കാം. Denunciation of human wisdom, the message of a crucified Christ. ലോകജ്ഞാനത്തെ തള്ളിക്കളയുകയും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ചുള്ള സന്ദേശം പ്രസംഗിക്കുകയും ചെയ്യുന്നു. 18 ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും ആകുന്നു. ആദ്യം പറയുന്നത് മെസ്സേജ് ഓഫ് ദ ക്രോസ്, ക്രൂശിന്റെ വചനം. ക്രൂശിന്റെ വചനം എന്ന് പറയുന്നത് സുവിശേഷമാണ്. സുവിശേഷം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിലൂടെ അവനിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവം ഒരുക്കിയിരിക്കുന്ന രക്ഷ, അതാണ് സുവിശേഷം എന്ന് പറയുന്നത്. മാനവജാതിയുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുന്നത് യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണമാണ്. യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണം മാനവജാതിക്ക് പാപമോചനത്തിനുള്ള കാരണമാകൊണ്ട് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് രക്ഷയുണ്ടാകുന്നു. സുവിശേഷത്തിലൂടെ ദൈവശക്തി, സുവിശേഷം ദൈവശക്തിയാണ്. ഇറ്റ്സ് എ പവർ ഓഫ് ഗാഡ്. ആ ദൈവശക്തി വിശ്വസിക്കുന്നവനെ രക്ഷിക്കുന്നു. അപ്പം ക്രൂശുമരണം ദൈവത്തിന്റെ രക്ഷാപദ്ധതി, യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷാപദ്ധതി മനുഷ്യനെ രക്ഷിപ്പാൻ പര്യാപ്തമാണ്. ദൈവികമായ പദ്ധതിയാണ്. ആ ദൈവിക പദ്ധതി മനുഷ്യനെ രക്ഷിക്കുവാൻ പര്യാപ്തമാണ്. മനുഷ്യവർഗത്തിന്റെ ഉദ്ധാരണത്തിന് മറ്റൊരു മാർഗം ഇല്ല ക്രിസ്തുയേശുവിലൂടെ അല്ലാതെ. The power of God is exercised through the cross, so that sacrifice of Christ is efficacious to save man from their sin. ഈ ഭാഗത്ത് പൗലോസ് പ്രത്യേകമായി പറയുന്ന കുറെ വസ്തുതകളുണ്ട്. ഈ പാസേജ് 18-ാം വാക്യത്തിൽ വായിക്കുന്നത് ക്രൂശിന്റെ വചനം, പിന്നെ വായിക്കുന്നത് ദൈവശക്തി, പവർ ഓഫ് ഗോഡ്, ദ മെസ്സേജ് ഓഫ് ദ ക്രോസ്. അതേ വാക്യത്തിൽ തന്നെ ദ പവർ ഓഫ് ഗോഡ്, ദൈവശക്തി. അത് കഴിഞ്ഞിട്ട് 21-ാം വാക്യം ദ ഫോളി ഓഫ് പ്രൊക്ലമേഷൻ. പ്രസംഗത്തിന്റെ ഭോഷത്വത്താൽ
21 വാക്യം. 23 വാക്യത്തിൽ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. 23 അതിന്റെ 2 ഭാഗത്ത് അത് യഹൂദന്മാർക്ക് ഒരു ഇടർച്ച കല്ലും ഭോഷത്വം, ജ്ഞാനികൾക്കത് ഭോഷത്വവുമാണ്. 24 വാക്യത്തിൽ അത് ദൈവത്തിന്റെ ശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തു, ക്രൈസ്റ്റ്, ദ പവർ ഓഫ് ഗാഡ് ആൻഡ് ദ വിസ്ഡം ഓഫ് ഗാഡ്. 7 വസ്തുത പറയുന്ന 27 വാക്യത്താണ് ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ, വാട്ട് ഈസ് ഫൂളിഷ് ഇൻ ദ വേൾഡ്, ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. 30 വാക്യത്തിൽ പറയുന്നത് ദൈവത്തിന്റെ ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. സുവിശേഷത്തിന്റെ സന്ദേശമാണ്. അതിന്റെ പ്രത്യേകതകളാണ് പൗലോസ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് ദൈവത്തിന്റെ ശക്തിയാണ്. ആ പ്രസംഗത്തിന്റെ ശക്തിയാൽ മനുഷ്യനെ രക്ഷിപ്പാൻ ദൈവത്തിന് തോന്നി. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ചുള്ള സന്ദേശം യഹൂദന്മാർക്ക് ഇടർച്ചയും യവനന്മാർക്ക് ഭോഷത്വമായി. വീണ്ടും ജനിക്കുന്നവർക്ക് അത് ദൈവശക്തിയും ദൈവത്തിന്റെ ജ്ഞാനവുമാണ് ക്രൂശിന്റെ വചനം. ലോകത്തിലെ ജ്ഞാനികളെ ലജ്ജിപ്പിക്കേണ്ടതിന് ദൈവം ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. ഈ സുവിശേഷം, ലോകപ്രകാരം ഭോഷത്വമായിരിക്കുന്ന സുവിശേഷം, ദൈവത്തിന്റെ ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീരുന്നു വിശ്വസിക്കുന്നവർക്ക്. അത്ര അതുല്യമായ ഒരു സന്ദേശം ക്രൂശിന്റെ വചനം, ദ മെസ്സേജ് ഓഫ് ദ ക്രോസ്. അതിന്റെ പ്രത്യേകതയാണ്, ദൈവശക്തിയാണ്. ലോകപ്രകാരം അത് ഭോഷത്വമാണ്. ലോകത്തിന്റെ ജ്ഞാനികൾ അതിനെ നിഷേധിക്കുന്നു. മത അധ്യക്ഷന്മാർ അതിനെ തിരസ്കരിക്കുന്നു. അവർക്ക് ഇടർച്ചയായി തീരുന്നു. ജ്ഞാനികൾക്ക് അത് ഭോഷത്വമായി തോന്നുന്നു. എന്നാൽ വിശ്വസിക്കുന്നവന് നീതിയും ശുദ്ധീകരണവും ദൈവശക്തിയും വീണ്ടെടുപ്പുമായി തീരുന്നു. പൗലോസ് പറയുന്നതാണ്, സുവിശേഷം മാനവജാതിയെ വിഭജിക്കുന്നു, ഡിവൈഡ് മാൻകൈൻഡ്. ചിലർക്കത് ഭോഷത്വമാകുന്നു. ഒരു ഗ്രൂപ്പിന് ക്രൂശിന്റെ വചനം ഭോഷത്വമാണ്. മറു ഗ്രൂപ്പിന് ദ പവർ ഓഫ് ഗാഡ്, ദൈവത്തിന്റെ ശക്തിയാണ്. അത് ദൈവത്തിന്റെ ജ്ഞാനമാണ്. പുരാതന ലോകത്തിൽ മനുഷ്യൻ, ആധുനിക ലോകത്തും പല രാജ്യങ്ങളിലും വംശീയമായി ആളുകൾ വിഭജിക്കപ്പെടുന്നുണ്ട്. പുരാതന ലോകത്തിൽ കൂടുതലുണ്ടായിരുന്നു റേഷ്യൽ പോളറൈസേഷൻ, റാഡിക്കൽ പോളാരിറ്റീസ്. അപ്പം അവർ പറയുന്നത് ഇങ്ങനെയാ, ഓക്കെ, റോമൻസ് ആർ ബാർബേറിയൻസ്. റോമക്കാരോ ബാർബേറിയൻസ് ആകാം. ജൂ ആൻഡ് ജെന്റൈൽ, ജാതിയും യഹൂദനും, സ്വതന്ത്രനും അടിമയും, സ്ത്രീയും പുരുഷനും, അങ്ങനെ ആ റാഡിക്കൽ പോളാരിറ്റീസ് അവിടെ ഉണ്ടായിരുന്നു. സൊസൈറ്റികൾ ക്ലാസ്ലെസ് ആയിരുന്നില്ല. ഇക്വാലിറ്റി നിലനിന്നിരുന്നില്ല. ആ സമൂഹമാണ് അവിടെ ഉണ്ടായിരുന്നത്.
എന്നാൽ ഇവിടെ സുവിശേഷം എന്ന് പറയുന്നത് ഈ വിഭാഗീയതയെ, ഈ ഡിവിഷൻസിനെ ഇല്ലായ്മ ചെയ്യുകയാണ് ചെയ്യുന്നത്. യഹൂദനെന്നോ യവനനെന്നോ സ്വതന്ത്രനെന്നോ ദാസനെന്നോ വ്യത്യാസമെന്യേ, സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമെന്യേ, വിശ്വസിക്കുന്ന ഏവർക്കും ദൈവശക്തിയാണ് സുവിശേഷം. ഇവിടെയുള്ള വിഭജനം എന്ന് പറയുന്നത് രണ്ടേ ഉള്ളൂ. സ്ത്രീയും പുരുഷനും, ദാസനും യജമാനനും, പണ്ഡിതനും പാമരനും എന്ന വിഭജനമല്ല, മറിച്ച് രക്ഷിക്കപ്പെടുന്നവനും നശിച്ചു പോകുന്നവനും. That's a division here Paul address. രണ്ട് ഗ്രൂപ്പേ ഉള്ളൂ ജനങ്ങൾ. ഒന്ന് രക്ഷിക്കപ്പെടുന്നവൻ, മറ്റൊന്ന് നശിച്ചു പോകുന്നവൻ. രക്ഷിക്കപ്പെടുന്നവന് ക്രൂശിന്റെ വചനം ദൈവത്തിന്റെ ജ്ഞാനമാണ്. നശിച്ചു പോകുന്നവന് ക്രൂശിന്റെ വചനം ഭോഷത്വമാണ്. പൗലോസ് ഇങ്ങനെയാണ് അവിടെ നിലനിന്നിരുന്ന യവന തത്വചിന്തകന്മാരിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ പ്രസംഗിയായിരുന്നത് എന്ന് നാം ചിന്തിക്കുമ്പോൾ, എല്ലാ തത്വചിന്തകന്മാരും പ്രഭാഷകന്മാരും അവരുടെ ശക്തിയിൽ ജനത്തെ അവരുടെ വരുതിയിൽ കൊണ്ടുവരേണ്ടതിന് തങ്ങളുടെ പ്രഭാഷണ ശൈലികളും ധോരണികൾ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ സിദ്ധാന്തത്തിന്റെ വീക്ഷണത്തിലേക്ക് കൊണ്ടുവരും. They persuade people to come in agreement with their viewpoint. That's what the public orators do. ഇന്നും അങ്ങനെ തന്നെയാണ് പബ്ലിക് പ്രഭാഷകരൊക്കെയും ചെയ്യുന്നത്. അവരുടെ വാക്ചാതുര്യം, അവരുടെ സിദ്ധാന്തം. എന്നാൽ സുവിശേഷ പ്രസംഗം എന്ന് പറയുന്നത് അങ്ങനെയല്ല. പൗലോസ് സുവിശേഷത്തിന്റെ ശക്തിയാലാണ് ജനത്തെ രക്ഷിക്കുവാൻ പ്രസംഗിക്കുന്നത്. തൻ്റെ വാക്ചാതുര്യം കൊണ്ടോ പ്രഭാഷണത്തിന്റെ പ്രഭ കൊണ്ടോ തീഷ്ണത കൊണ്ടോ അല്ല, സുവിശേഷമാണ് ജനത്തെ രക്ഷിക്കുന്നത്. ഇവിടെ പെർസുവേഷൻ തൻ്റെ വാക്ചാതുര്യം കൊണ്ട് തൻ്റെ സിദ്ധാന്തത്തിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യകത പൗലോസിനില്ല. കാരണം താൻ പ്രസംഗിക്കുന്ന സന്ദേശം ദൈവത്തിൻ്റെ ശക്തിയാണ്. അത് വിശ്വസിക്കുന്നവർക്ക് ജീവരക്ഷ നൽകും. അതുകൊണ്ടാണ് പൗലോസ് എന്ത് ചെയ്യാതിരുന്നത്? പ്രസംഗിക്കുന്നത്. പെരിഷിംഗ് എന്ന വാക്കുണ്ട്, നശിച്ചു പോകുന്നവർ. യവന ഭാഷയിൽ ആപലൂമി എന്ന വാക്കാണ്. ആപലൂമി അത് പ്രസന്റ് പാർട്ടിസിപ്പൽ ഫോം, നമ്മൾ ING ഫോം എന്ന. അത് ടു ബി ഡിസ്ട്രോയിഡ് ഓർ ഡിസ്ട്രോയിഡ്. മീനിങ് എങ്ങനെയാണ്? ടു ബി റൂയിൻഡ് ഓർ ടു ബി ഡിസ്ട്രോയിഡ്. They are in the process of perishing. അവർ ഓൾറെഡി പെരിഷ്ഡ് ആരെന്നല്ല, they are on a process of perishing. നശിച്ചു പോകുന്ന പാതയിലാണ് അവർ. ഓൾറെഡി നശിച്ചു പോയവരല്ല. They are on the road of perishing, not yet perished. നശിച്ചു പോയിട്ടില്ല. Eventually, ആത്യന്തികമായി they will perish. അവസാനമായി അവർ നശിച്ചു പോകും. സുവിശേഷത്തെ അവർ തിരസ്കരിച്ചാൽ, if they resist the gospel, eventually they will perish. പൗലോസ് പറയുന്നത് being saved, രക്ഷിക്കപ്പെടുന്നവർക്കോ. That's what same Greek structural word, ക്രിയാപദം അതാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വർത്തമാനകാലം, being saved. The best way to express the antithesis with perishing. നശിച്ചു പോകുന്നവർക്ക് വിപരീതമായി നിൽക്കുന്നവരാണ് രക്ഷിക്കപ്പെടുന്നവർ.
They're on the process of രക്ഷിക്കപ്പെട്ടവർ, on the process of ultimate redemption. ആത്യന്തിക രക്ഷയുടെ സൗഭാഗ്യത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നവരാണ് രക്ഷിക്കപ്പെട്ടവർ. One day they will have the finality of their redemption. വീണ്ടെടുപ്പിന്റെ ആത്യന്തിക അനുഭവം അവർ ഒരു ദിവസം പ്രാപിക്കും. ക്രൂശിന്റെ വചനത്തെ നിഷേധിക്കുന്നവർ തുടർമാനമായി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് നാശത്തിലേക്ക്. സുവിശേഷത്തെ തിരസ്കരിച്ചാൽ അവർ നാശത്തിൽ തന്നെ പതിക്കും. ക്രൂശ് എന്ന് പറയുന്നത് പുരാതന ലോകത്തിൽ ഈവിൾ, അത് ഈവിളാണ്. ഷെയിം, ലജ്ജയാണ്. തിരസ്കരണം, റിജക്ഷനാണ്. പണിഷ്മെന്റ് ആണ്, ശിക്ഷയാണ് ക്രോസ് എന്ന് പറയുന്നത്. In the ancient world, it was really shocking because it is evil. Evil man will be crucified on the cross for his crime. ശിക്ഷിക്കുന്ന ഒരു മനുഷ്യൻ ചെയ്ത തെറ്റിന് അവനെ ശിക്ഷിക്കുന്നതാണ് ക്രൂശ് മരണം. അന്നേരം അത് ദുഷ്ടതയാണ്, അത് ലജ്ജയാണ്. ക്രൂശിക്കപ്പെടുന്നവന് അവനെ തിരസ്കരിക്കുന്നതാണ്. cut off from the society, സമൂഹത്തിൽ നിന്ന് ഛേദിക്കപ്പെട്ടവനാണ്. അതവന് ശിക്ഷയായിട്ടാണ് ലഭിക്കുന്നത്. ഇപ്പം കാഷൻ എന്ന് പറഞ്ഞ ദൈവദാസൻ ഇങ്ങനെയാ പറഞ്ഞത്, നമ്മുടെ മനസ്സിൽ ഹിരോഷിമയിലോ നാഗസാക്കിയിലോ ഒക്കെ ബോംബിട്ട ആ ബോംബിടൽ മാനവികത നിലനിൽക്കുന്ന മനുഷ്യന്റെ ഹൃദയത്തിൽ ദുഷ്ടതയായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ജർമ്മനിയിലെ യഹൂദന്മാരെ കൊന്നൊടുക്കുവാൻ ഹിറ്റ്ലർ ഉപയോഗിച്ച ഗ്യാസ് ചേംബർ, അതിനെയും ലോകം മാനിക്കുന്നില്ല. ലജ്ജയോടാണ് അതിനെ കാണുന്നത്. അപ്പോൾ ഇവിടെ സുവിശേഷത്തിന്റെ സന്ദേശം ക്രൂശിന്റെ വചനമാണ്. The positiveness and the significant thing is deeply ironic. ക്രൂശിന്റെ വചനം ലോകജ്ഞാനികൾക്ക് വിരുദ്ധമായി തോന്നുകയാണ്. ഈവൻ പാരഡോക്സിക്കൽ, വിപരീതാർത്ഥത്തിലാണ് അവർക്ക് തോന്നുന്നത്. എന്നാൽ ക്രൂശിന്റെ വചനത്തിന് പൗലോസ് ദൈവശക്തിയായിട്ടാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് കേൾക്കുന്നവർക്ക് സ്ട്രേഞ്ചായി തോന്നാം, അസാധാരണമാണ് എന്നവർക്ക് മനസ്സിലാകും. എന്നാൽ ദൈവശക്തി, ക്രൂശിന്റെ വചനത്തിലെ ദൈവശക്തി, ആ ശക്തിയുടെ പ്രദർശനമായ വീണ്ടെടുപ്പിലൂടെയാണ് വെളിപ്പെടുത്തുന്നത്. God's power is exercised ഒരു ലക്ഷ്യത്തിന് വേണ്ടി, ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയാണ് ദൈവം തന്റെ അധികാരവും തന്റെ ശക്തിയും ഉപയോഗിക്കുന്നത്. ദൈവശക്തി എന്ന് പറയുന്നത് ദി ഇഫക്റ്റീവ് ആക്ഷൻ ഓഫ് ഗാഡ്, എക്സസൈസ് ഓഫ് ഹിസ് അതോറിറ്റി, അവന്റെ അധികാരത്തിന്റെ ഉപയോഗമാണ്. പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്ന അങ്ങനെ, വിത്ത് റിഗാർഡ് ടു സംതിങ്, എന്തിനോടുള്ള ബന്ധത്തിൽ, ഓർ someone ഫോർ എ സ്പെസിഫിക് പർപ്പസ്. ദൈവശക്തി അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. ദൈവശക്തി ദൈവകൽപ്പനയിൽ ഉൾപ്പെടുന്നതാണ്. അതുകൊണ്ടാണ് സുവിശേഷം ദൈവത്തിന്റെ ശക്തിയാണോ എന്ന് പറയുന്നത്. ദൈവത്തിന്റെ ശക്തി ആർക്കും തടുക്കാൻ കഴിയില്ല. ആ ശക്തി അവന്റെ ആജ്ഞയിൽ ഉണ്ട്. അത് അവന്റെ പ്രവർത്തനമാണ്. ദൈവശക്തി എന്ന് പറയുന്നത് അവന്റെ അധികാരത്തിന്റെ ഉപയോഗം. അധികാരമുള്ളവൻ എന്ന് പറയുക, ശക്തൻ എന്ന് നമ്മൾ ഒരാളെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ വ്യക്തിക്ക് സാധാരണ മനുഷ്യനേക്കാൾ കൂടുതൽ പ്രാപ്തിയോ കഴിവോ ഉള്ളവനാണ്.
കോമ്പിറ്റൻസി ആ മനുഷ്യന് കൂടുതലാണ്. When we call a man powerful, comparably, he will have more power and authority. അപ്പോൾ ആ അധികാരമുള്ളവന് പ്രവർത്തിപ്പാനായി കഴിയും. അത് പ്രവൃത്തികൾ വിജയത്തിലും എത്തുവാനിടയായി. ശക്തരല്ലാത്തവർ പരാജയപ്പെട്ടു പോകും ആ പ്രവൃത്തിയിൽ ഏർപ്പെടും. അധികാരമില്ലാത്തവൻ ആ പ്രവൃത്തിയിൽ ഏർപ്പെടുവാൻ കഴിയുകയില്ല. സുവിശേഷത്തിലുള്ള ദൈവശക്തി മനുഷ്യനെ വീണ്ടും ജനിപ്പിക്കുമ്പോൾ അതവന്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകുന്നു. വീണ്ടും ജനനം, അവന്റെ മരണത്തെ മാറ്റി അവന് ജീവനെ നൽകുന്ന ദൈവശക്തി. അതാണ് സുവിശേഷം എന്ന് പറയുന്നത്. ദൈവത്തിന്റെ ശക്തി പഴയ നിയമം പരിശോധിക്കുമ്പോൾ അവന്റെ വചനത്തിൽ ഉൾപ്പെടുന്നതാണ്. God's word is powerful. അത് അതിന്റെ പ്രവൃത്തി ചെയ്യും. നിഷ്പ്രയോജനമുള്ള അല്ല, അവന്റെ ശക്തി വചനത്തിലുള്ളതുകൊണ്ട്. It will do its work. ഈ മനുഷ്യരെ വേർപെടുത്തുന്നത്, വിഭജിക്കുന്നത് സുവിശേഷത്തിന് എങ്ങനെ അവർ പ്രതികരിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയ. ഒന്നുകിൽ സുവിശേഷം സ്വീകരിക്കുന്നു വിശ്വാസത്താൽ, അല്ലെങ്കിൽ സുവിശേഷത്തെ തള്ളിക്കളയുന്നു അവിശ്വാസത്താൽ. അങ്ങനെ ലോക ജനതയെ രക്ഷിക്കപ്പെടുന്നവരെന്നും നശിക്കുന്നവരെന്നും രണ്ടായി വിഭജിക്കും. സുവിശേഷം നശിച്ചു പോകുന്നവർക്ക് നാശത്തിന് കാരണമാകുമ്പോൾ രക്ഷിക്കപ്പെടുന്നവർക്ക് ദൈവശക്തിയാണ്. അതാണ് 18-ാം വാക്യത്തിൽ. 19 മുതൽ 24 വരെയുള്ള വാക്യത്തിൽ പൗലോസ് ഇവിടെ യെശയ്യാ പ്രവചനം 29-ാം അധ്യായം 14-ാമത്തെ വാക്യം ഉദ്ധരിക്കുകയാണ്. കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ അവിടെ ദൈവം ലോകജ്ഞാനത്തെ ഇല്ലായ്മ ചെയ്യും. God will annihilate human wisdom. പൗലോസ് ഇവിടെ യെശയ്യാ പ്രവചനം 33-ാം അധ്യായം 18-ാമത്തെ വാക്യം 1-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. യെശയ്യാ പ്രവചനം 28-ാം അധ്യായം 16-ാമത്തെ വാക്യം 21 മുതൽ 24 വരെയുള്ള വാക്യത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഈ 3 വാക്യങ്ങളും യെശയ്യാ പ്രവചനത്തിൽ ഉദ്ധരിക്കുമ്പോൾ 28 മുതൽ 33 വരെയുള്ള അധ്യായങ്ങളിലുള്ള ദൈവത്തിന്റെ oracles of woes, woe unto you എന്നുള്ള സന്ദേശമാണ്. അയ്യോ കഷ്ടം എന്ന സന്ദേശത്തിൽ നിന്നാണ് ഈ 3 ഭാഗങ്ങളും ഉദ്ധരിച്ചിരിക്കുന്നത്. This verse contains the reason why Christ sent the apostles to preach the gospel. Why they did not preach the gospel with the human wisdom. എന്തുകൊണ്ടാണ് അപ്പോസ്തലന്മാർ മനുഷ്യ ജ്ഞാനം ഉപയോഗിച്ച് സുവിശേഷം പ്രസംഗിക്കാതിരുന്നത്? എന്തിനാണ് കർത്താവ് സുവിശേഷം പ്രസംഗിക്കാൻ തന്റെ അപ്പോസ്തലന്മാരെ അയച്ചത്, ശിഷ്യന്മാരെ അയച്ചത്? കാരണം സുവിശേഷം മാത്രമേ മാനവജാതിയെ രക്ഷിക്കുവാനായി ദൈവം ഒരുക്കിയ പദ്ധതിയാണ്. അത് മാത്രമേ ഉള്ളൂ. സുവിശേഷത്തിലൂടെ അല്ലാതെ മറ്റൊരു മാർഗത്തിലും മനുഷ്യന് രക്ഷ പ്രാപിക്കുവാൻ കഴിയില്ല. ദൈവകോപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ കഴിയില്ല. സൽപ്രവർത്തികൾക്കോ അപേക്ഷികമായ ധാർമ്മിക ജീവിത ശ്രേഷ്ഠമായ ധാർമ്മിക ജീവിതത്തിനോ ദൈവത്തിൽ നിന്ന് ഒരുവന് രക്ഷ, കോപത്തിൽ നിന്ന് വിടുവിക്കപ്പെടുവാനുള്ള ധാർമ്മിക മൂല്യം അതിനില്ല. Does not have the moral value to save a person from wrath to come. വരുവാനുള്ള കോപത്തിൽ നിന്ന് മനുഷ്യനെ വിടുവിപ്പാൻ അവന്റെ പ്രയത്നങ്ങൾക്കോ പ്രാപ്തികൾക്കോ കഴിവുകൾക്കോ അപേക്ഷികമായ ധാർമ്മിക ജീവിതത്തിനോ സാധ്യമല്ല. അവന്റെ മതപരമായ ചടങ്ങുകളും ആ വിധത്തിൽ വ്യർത്ഥമാണ്.
അതൊന്നും തന്നെ പര്യാപ്തമല്ല. None of those are efficacious to save man from sin. Only the cross, the message of the cross, അത് മാത്രമേ മനുഷ്യരെ രക്ഷിക്കാൻ കഴിയൂ. സുവിശേഷത്തിന്റെ സന്ദേശം. പൗലോസ് ഇവിടെ ഈ പ്രൊപ്പസിഷൻ പൗലോസ് കൊണ്ടുവന്നിട്ട് ഈ പ്രൊസീഡ് മുൻപോട്ട് പോവുകയാണ്. to establish a series of arguments designed to prove that the wisdom of world cannot save man. ഈ ലോകത്തിലെ ജ്ഞാനം മനുഷ്യനെ രക്ഷിപ്പാൻ കഴിയുകയില്ല എന്ന് പൗലോസ് ഉപയോഗിച്ചിരിക്കുന്ന ഇനിയും ചില വാദഗതികൾ നിരത്തി സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ ആദ്യം അനൗൺസ് ചെയ്യുന്നത് ദൈവം, പൗലോസ് ഉദ്ധരിക്കുകയാണ്, ദൈവം ലോകത്തിലെ ജ്ഞാനികളുടെ ജ്ഞാനത്തെ വ്യർത്ഥമാക്കും. യെശയ്യാവ് 29:14 വാക്യം 19 വാക്യത്തിൽ കോട്ട് ചെയ്തിരിക്കുകയാണ്. ജ്ഞാനികളുടെ ജ്ഞാനം ഞാൻ നശിപ്പിക്കുകയും ബുദ്ധിമാന്മാരുടെ ബുദ്ധി ദുർബലമാക്കുകയും ചെയ്യും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ദൈവമാണ് പറയുന്നത്. ഇവിടെ പൗലോസ് വ്യക്തമാക്കുകയാണ് വ്യക്തമായ വ്യത്യാസങ്ങൾ, പരിഹരിപ്പാൻ കഴിയാത്ത വിധത്തിലുള്ള വ്യക്തമായ വ്യത്യാസങ്ങൾ സുവിശേഷവും ക്രൂശിന്റെ വചനവും ലോകത്തിന്റെ ജ്ഞാനവും തമ്മിലുള്ള അന്തരം നികത്താൻ കഴിയാത്തതാണ്. ഇപ്പൊ ദൈവത്തിന്റെ പ്രവാചകയിലൂടെ ദൈവം അന്നത്തെ ജനത്തോട് സംസാരിച്ചു. മനുഷ്യന്റെ ജ്ഞാനത്തിന്റെ അപര്യാപ്തത, ഇൻസഫിഷ്യൻസി ഓഫ് ഹ്യൂമൻ റീസൺ ടു ലീഡ് man to the way of salvation. മനുഷ്യന്റെ തത്വചിന്തകൾക്ക്, വിചാരങ്ങൾക്ക് രക്ഷയെങ്കിലേക്ക് അവനെ നടത്താൻ പര്യാപ്തമല്ല, അതിന് പ്രാപ്തിയില്ല, അതിശക്തിരഹിതമാണ്. ആദ്യം 19 വാക്യത്തിൽ പറയുന്നത് ദൈവം ലോകത്തിലെ ജ്ഞാനത്തെ ഇല്ലായ്മ ചെയ്യും. അതെപ്പോഴാണെന്നറിയാമോ? ദൈവം ഷോക്കിംഗ് ആൻഡ് അമേസിംഗ് തിങ്സ് ചെയ്യുമ്പോഴാണ് ലോകത്തിൽ. when God does shocking and amazing thing on earth, ആശ്ചര്യവും അത്ഭുതവുമായ കാര്യങ്ങൾ ദൈവം ഭൂമിയിൽ ചെയ്യുമ്പോൾ ലോകത്തിന്റെ ജ്ഞാനത്തെ ദൈവം ഇല്ലായ്മ ചെയ്യും. ഇവിടെ മെസ്സിയാനിക് ഇംപ്ലിക്കേഷൻ ആണ് പ്രവാചകനായ യെശയ്യാവ് രേഖപ്പെടുത്തുന്നത്. വരുവാനുള്ള മശിഹയെ കുറിച്ചുള്ള പ്രയോഗം അവിടെ ദൈവദാസൻ ഉപയോഗിക്കുകയാണ്. പൗലോസ് ഇവിടെ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിലൂടെ ലോകത്തിന്റെ ജ്ഞാനത്തെ ഇല്ലായ്മ ചെയ്യും എന്നാണ് പൗലോസ് പറയുന്നത്. Through the message of the cross, God will annihilate the wisdom of man, wisdom of this world. യെശയ്യാപ്രവചനത്തിൽ പറയുന്നത് ഭാവികാല അനുഭവമാണ്. പ്രവാചകൻ പറയുന്നു, ഭാവി കാലത്ത് ഇസ്രായേൽ ജനത്തെ അവരുടെ ദേശത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുത്തേണ്ടതിന് ദൈവം ലോകരാഷ്ട്രങ്ങളിൽ ചെയ്യുവാൻ പോകുന്ന അത്ഭുതകരമായ അതിശയകരമായ പ്രവർത്തികൾ വരുമ്പോൾ അതുവരെ മനുഷ്യൻ തങ്ങൾ തന്നെയാണ് ജ്ഞാനികളെന്ന് ധരിച്ചിരുന്ന മനുഷ്യന്റെ ജ്ഞാനത്തെ ഇല്ലായ്മ ചെയ്യും. അവൻ ദൈവം ഇടപെടുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ പാറകളോടും മലകളോടും ഞങ്ങളുടെ മേൽ വീഴുവീൻ എന്ന് പറയും. അതുവരെ അജയ്യരെന്ന് അഭിമാനിച്ചുകൊണ്ട് യാത്ര തുടരുന്ന മനുഷ്യവർഗം ഒരു ദിവസം നിർജീവ വസ്തുക്കളായ പാറകളോടും മലകളോടും തങ്ങളുടെ മേൽ വീഴുവീൻ എന്ന്
മുറവിളിക്കുന്ന ഒരു ദിവസം മുൻപിലുണ്ട്. അന്നാണ് എന്ത് ചെയ്യുന്നത്? ജ്ഞാനത്തെ ഇല്ലാതെയാക്കുന്നത്. എന്നാൽ പൗലോസ് ഇവിടെ ഉദ്ധരിക്കുമ്പോൾ ക്രൂശിന്റെ വചനത്തിലൂടെ ഈ ലോകത്തിന്റെ ജ്ഞാനികളെ ദൈവം അവിടെ ജ്ഞാനത്തെ ഇല്ലായ്മ ചെയ്യുന്നു. പൗലോസ് പറയുന്നത്, God has already put the wise to shame through the foolishness of the cross. ജ്ഞാനികൾ ഭോഷത്വം എന്ന് പറയുന്ന സുവിശേഷത്തിന്റെ സന്തോഷത്തിലൂടെ ലോകത്തിലെ ജ്ഞാനികളുടെ ജ്ഞാനത്തെ ദൈവം നിഷ്പ്രയോജനമാക്കും, ഇല്ലായ്മ ചെയ്യും. കർത്താവ് യേശുക്രിസ്തു ഭാവിയിൽ ലോകം ഭരിക്കുമ്പോൾ ലോകത്തിന്റെ ജ്ഞാനികളുടെ ജ്ഞാനം ഭൂമിയിൽ ഉണ്ടായിരിക്കുകയില്ല. The wisdom of men would not be on earth. ഭൂമിയിൽ ഉണ്ടായിരിക്കുകയില്ല. The absence of human wisdom. എന്നാലോ ദൈവത്തിന്റെ ജ്ഞാനം കൊണ്ട് സമുദ്രത്തിൽ വെള്ളം നിറഞ്ഞിരിക്കുന്ന പോലെ ഭൂമി നിറയും. ആ കാലഘട്ടത്തിൽ ആബ്സെൻസും ഇസ്രായേൽ ദൈവത്തിന്റെ ജനം ഇസ്രായേലിനെ അടിച്ചമർത്തുന്ന ഒപ്രസ് ചെയ്യുന്ന വ്യവസ്ഥിതികൾ അന്ന് ഉണ്ടാകയില്ല. അത് ഉണ്ടാകാത്തത് കൊണ്ടാണ് പറയുന്നത് അത് അന്ന് മനുഷ്യന്റെ ജ്ഞാനം നിലനിൽക്കയില്ല എന്ന്. ഡിസപ്പിയറൻസ് ഓഫ് ദി ഒപ്രസേഴ്സ് ഓൾ ടുഗദർ. ഇസ്രായേൽ ജനത്തെ ഇപ്പോൾ അടിച്ചമർത്തുന്ന ഒപ്രസേഴ്സ് എന്ത് ചെയ്യുന്നു? ഒപ്രസേഴ്സ് തന്നെ ഇല്ലാതെയാകും. ദുഷ്ടനില്ലാതെയാകുമ്പോൾ ഒരു ദുഷ്ടതയും ഇല്ലാതെയാകും. അതാണ് അവിടുത്തെ പരാമർശ വിഷയം. 20-ാം വാക്യത്തിൽ യെശയ്യാ 33:18 നിന്നാണ് ഉദ്ധരിക്കുന്നത്. ആത്യന്തികമായി ദൈവത്തെയും ദൈവജനത്തെയും ഉപദ്രവിക്കുന്ന, എതിർക്കുന്ന എല്ലാവരെയും മശിഹ എന്ന രാജാവ് ഇല്ലായ്മ ചെയ്യും. അതുകൊണ്ട് ഈ പാസേജ് ഉദ്ധാരണം മുഴുവൻ ഇവിടെ ഉദ്ധരിക്കുമ്പോൾ, ഇസ്രായേലിന്റെ ഉദ്ധാരണം നടക്കുമ്പോൾ ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്ന വസ്തുതകൾ നടപ്പാകും. പൗലോസ് ഈ ലേഖനത്തിൽ അത് കോട്ട് ചെയ്യുമ്പോൾ അത് ഭാവികാല സംഭവമായിട്ടും അത് ക്രിസ്തുയേശുവിലൂടെ സംഭവിച്ചതായിട്ടുമാണ് രേഖപ്പെടുത്തുന്നത്. ബോത്ത് ക്രിസ്റ്റോളജിക്കൽ ആൻഡ് എസ്കറ്റോളജിക്കൽ. ക്രിസ്തീയ സന്ദേശം ക്രിസ്തുയേശുവിന്റെ ഉപദേശമാണ്, അതുപോലെ തന്നെ ഭാവികാല ഉപദേശമായി. 20-ാമത്തെ വാക്യം പൗലോസ് ഉദ്ധരിക്കുന്നത് യെശയ്യാ 33:18 നിന്നാണ്. അവിടെ പറയുന്ന എല്ലാ ക്രിസ്തുവിനെ, മശിഹയെ എതിർക്കുന്ന എല്ലാവരെയും അന്ത്യകാലത്ത് ദൈവം ഇല്ലായ്മ ചെയ്യും. അവിടെ പറയുന്നത്, the wise, the teacher of the law, the philosopher of this age are nowhere to be found, for their wisdom has been destroyed and the intelligent frustrated. അവരെ കാണാൻ കഴിയില്ല. ജ്ഞാനി എവിടെ? ശാസ്ത്രി എവിടെ? ഈ ലോകത്തിന്റെ താർക്കികൻ എവിടെ? ലോകത്തിന്റെ ജ്ഞാനം ദൈവം ഭോഷത്വമാക്കിയല്ലോ. That's what it is. Verse number 19. അപ്പോൾ ലോകത്തിന്റെ ജ്ഞാനികൾ എന്ത് ചെയ്തിരിക്കുകയാണ്? They are outsmarted and outstaged. ദൈവിക ജ്ഞാനം ലോകജ്ഞാനത്തിന്റെ കീഴ്പ്പെടുത്തുകയും അത് അധിവസിച്ചിരുന്ന, അല്ലെങ്കിൽ അത് ക്രൗണിയായിരുന്ന, ശ്രേഷ്ഠമായിരുന്നെടുത്ത് സ്റ്റേജിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. ഒരു ശത്രു രാജ്യത്തെ മറ്റൊരു രാജ്യം കീഴ്പ്പെടുത്തി അവിടുത്തെ രാജാവിനെ സിംഹാസനത്തിൽ നിന്ന് പുറത്താക്കുന്നത് പോലെ, നിഷ്കാസിതനാക്കുന്നത് പോലെ ലോകജ്ഞാനത്തെ ദൈവം ഇല്ലായ്മ ചെയ്യും. അവർക്ക് പിന്നെ ഒന്നും ചെയ്യാനില്ല. They have nothing more to offer. They became powerless.
അതുകൊണ്ട് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? They have to accept defeat and walk away. തോൽവി അംഗീകരിച്ച് കീഴ്പ്പെടുക, തോൽവിയിൽ അമർന്നിരിക്കുക എന്നത് മാത്രമേ അവർക്ക് സാധ്യമാകുകയുള്ളൂ. ഇവിടെ പറയുന്ന 3 ഗ്രൂപ്പാണ്. ഒന്ന്, ലോകത്തിന്റെ ജ്ഞാനി. ശാസ്ത്രി എവിടെ? ജ്ഞാനി എവിടെ? ലോകത്തിലെ താർക്കികൻ എവിടെ? 3 type of. One is wise man, scribe, disputer. ഇവിടെ പറയുന്ന ഈ ടൈപ്സ് ഓഫ് സ്കോളേഴ്സ് 3 തരം. tertiary scholars, rationalistic scholar, ബൗദ്ധികൻ. മറ്റൊന്ന് ജൂയിഷ് ലീഗൽ എക്സ്പെർട്ട്, അതാണ് സ്ക്രൈബ്, യഹൂദ നയപ്രമാണത്തിലെ പ്രാവണ്യം നേടിയവൻ. 3, ഫിലോസഫർ, തത്വജ്ഞാനി. വൈസ്മൻ, ജനറൽ ടേം ഫോർ ഓൾ വൈസ്. ജ്ഞാനികളായ എല്ലാവർക്കും ഉപയോഗിക്കുന്ന ഒരു പദമാണ് ജ്ഞാനി എന്ന് പറയുന്നത്. സ്ക്രൈബ്സ് എന്ന് പറയുന്ന ഡെസിഗ്നേഷൻ പൊതുവെ ഇസ്രായേലിനോടുള്ള ബന്ധത്തിലാണ്. They learned among the Jewish law. യഹൂദന്മാരുടെ ന്യായപ്രമാണം അഭ്യസിപ്പിച്ചവരാണ്. അത് ഇറ്റ് വാസ് ഒറിജിനലി അപ്ലൈഡ്. അത് ആദ്യം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് സെക്രട്ടറീസ് whose business was to prepare and issue decrees in the name of a king. ഒരു രാജാവിൻ്റെ കൽപ്പന പ്രകാരം അവന്റെ നാമത്തിൽ അനുശാസനങ്ങൾ എഴുതുന്ന ആളുകളായിരുന്നു സ്ക്രൈബ്സ്. 2 ശമൂവേലിന്റെ പുസ്തകം 18-ാം അധ്യായം 17-ാമത്തെ വാക്യം, 20-ാം അധ്യായം 25-ാമത്തെ വാക്യം, 2 രാജാക്കന്മാരുടെ പുസ്തകം 12-ാം അധ്യായം 10-ാമത്തെ വാക്യം, 19-ാം അധ്യായം 2-ാമത്തെ വാക്യം. ഇവിടെയൊക്കെ ആ അർത്ഥത്തിലാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് അനന്തരമായി പുതിയ നിയമ കാലഘട്ടത്തിൽ ആ പദം ഉപയോഗിക്കാൻ തുടങ്ങിയത് യഹൂദന്മാരുടെ ന്യായപ്രമാണം അഭ്യസിപ്പിച്ചവർക്കാണ്. അവരാണ് ന്യായപ്രമാണത്തെ വിവർത്തനമല്ല പകർത്തി എഴുതിക്കൊണ്ടിരുന്നത്. ട്രാൻസ്ക്രിപ്ഷൻ ബട്ട് ഓൾസോ എക്സ്പോസിഷൻ. അവരാണ് അതിനെ എന്ത് ചെയ്തത്? വിവേചിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ വ്യാഖ്യാനിച്ചതും ആരായിരുന്നു? ശാസ്ത്രിമാരായിരുന്നു. പകർത്തി എഴുതുക മാത്രമല്ല, വ്യാഖ്യാനിക്കുക കൂടെ ചെയ്തു. അതുപോലെ തന്നെ ചിലപ്പോൾ അവരെന്ത് ചെയ്യുന്നു? പരിപാലിക്കുകയും ചെയ്തു. അഡ്മിനിസ്ട്രേഷൻ, ഭരണവും നടത്തിയിരുന്നു. ഏഷ്യാനിക് നേഷനുകളിൽ, ഏഷ്യ മൈനറിലെ പല പ്രോവിൻസുകളിലും സെനറ്റിന്റെ പ്രിസൈഡ് ചെയ്യുന്ന ആളിനെ, a magistrate who preside over a senate meeting, took charge of the law ഉപയോഗിക്കുന്ന ആളുകൾ, അവരെയൊക്കെ എങ്ങനെ എന്ത് ചെയ്യായിരുന്നു? സ്ക്രൈബ്സ് എന്ന് വിളിക്കുമായിരുന്നു, ശാസ്ത്രി എന്ന് വിളിക്കുമായിരുന്നു. ഡിസ്പ്യൂട്ടർ എന്ന് പറയുന്നത്, താർക്കികൻ എന്ന് പറയുന്നത് അവസാനമായി യവന തത്വശാസ്ത്രത്തിലെ താർക്കികന്മാരാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയും. അപ്പൊ പൗലോസിന്റെ ലാംഗ്വേജ് ഇവിടെ ഉപയോഗിക്കുമ്പോൾ റിമൈൻഡ്സ് ദ കൊറിന്ത്യൻ ബിലീവേഴ്സ് among them, അവരുടെ ഇടയിലെ സാംസ്കാരികമായി ഉന്നതിയിൽ നിൽക്കുന്നവർ എന്ന് ചിന്തിക്കുന്നവർ, ലൈക്ക് കൗൺസിലേഴ്സ്, ലോയേഴ്സ്, ഫിലോസഫേഴ്സ് ആൻഡ് ലൈക്ക്, ആ സമൂഹത്തിൽ അസാധാരണമാം വിധം സ്വാധീനമുള്ളതും ശ്രേഷ്ഠന്മാരുമായ ആളുകൾ അവരെന്ത് ചെയ്യണം? വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം. അവർ എന്ത് ചെയ്യാൻ പറ്റും? ഡേഞ്ചർ, there is a danger in that very thing. അവരുടെ ലോകത്തിലെ ചിന്തകൾ അവരെ സ്വാധീനിക്കാനിടയുണ്ട്. ബിക്കോസ് they are one among them. അവരിൽ ഒരുവനായിരുന്നവരാണ്. അവരിൽ നിന്നാണ് വിശ്വാസത്തിലേക്ക് വന്നത്. അതുകൊണ്ട് ലോകജ്ഞാനികളുടെ ചിന്താധാര ഇവരിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് വളരെ ഡേഞ്ചറസ് ആകും. അപ്പൊ അവരുടെ ജീവിതത്തിൽ they shouldn't adapt that
ലോകത്തിലെ സുവിശേഷം എന്ന് പറയുന്നത്, ക്രൂശിന്റെ വചനം എന്ന് പറയുന്നത് ഈ ലോകത്തിന്റെ മൂല്യങ്ങളെ വിധിക്കുന്നതാണ്. That has a power to judge this world. അപ്പോൾ ക്രിസ്തുവേശുവിന്റെ സുവിശേഷത്തിന്റെ അനുകാരികളായി തീർന്നവർ ക്രിസ്തുവേശുവിന് അനുസരണമായി ജീവിക്കണം. Inconsistent with the message of the cross, their life to be, our walks of life to be in a way that reflect the message of the cross. അറിയാമെന്ന് പറയുന്ന യവനന്മാർ, വസ്തുതകൾ അറിയാമെന്ന് പറഞ്ഞ ആളുകൾ, ജ്ഞാനികൾ എന്ന് പറഞ്ഞ ആളുകൾ എന്താ സംഭവിച്ചെന്നറിയാമോ? They miss the truth. സത്യത്തെ അവർ എന്ത് ചെയ്തു? തള്ളിക്കളഞ്ഞു. That's very serious in their lives. സത്യം, സുവിശേഷത്തിന്റെ സത്യത്തെ സ്വീകരിക്കുന്നവർ രക്ഷിക്കപ്പെടുന്നു. ഇവിടെ ലോകം എന്ന് പറയുന്നത് ഈ ഭൗതിക ലോകത്തെ കുറിച്ചല്ല. ഭൗതിക ലോകത്തിൽ ദൈവ വ്യവസ്ഥിതികൾക്കും ദൈവത്തിനുമെതിരെ നിലനിൽക്കുന്ന ഒരു ലോക വ്യവസ്ഥിതിയുണ്ട്. അതിനെയാണ് ലോകം എന്ന് പറയുന്നത്. അത് ഡ്രിവൺ ബൈ ലസ്റ്റ്, ഗ്രീഡ് ആൻഡ് പ്രൈഡ്. അത് കാമവും അത്യാഗ്രഹവും അഹങ്കാരവുമൊക്കെ നിറഞ്ഞ ഒരു ലോകവ്യവസ്ഥിതിയാണ്. ആ ലോകവ്യവസ്ഥിതി ഈ ലോകത്തിലെ ജ്ഞാനികളുടെ വ്യവസ്ഥിതിയാണ്. ഈ ലോകത്തിന്റെ ലോകവ്യവസ്ഥിതി വരുവാനുള്ള ലോകവ്യവസ്ഥിതിക്ക് നേരെ വിപരീതമാണ്. ഒരു ലോകവ്യവസ്ഥിതി വരാനുണ്ട്. ഏജ് ടു കം ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. നീതിയും സമാധാനവും നിലനിൽക്കുന്ന ഒരു ലോകവ്യവസ്ഥിതി. ആ വ്യവസ്ഥിതിക്ക് നേരെ വിപരീതമാണ് ഈ ലോകത്തിലെ ഇന്നത്തെ വ്യവസ്ഥിതി, ലോകം എന്ന് പറയുന്ന വ്യവസ്ഥിതി. ഏജ് ഓഫ് ദിസ് വേൾഡ്, ഏജ് ടു കം, ഏജ് വി അറ്റ് പ്രസന്റ്. നാം ആയിരിക്കുന്ന ലോകവും വരുവാനുള്ള ലോകവും പരസ്പര വിരുദ്ധമാണ്. ഈ ലോകം അതിന്റെ മോഹവും എന്ത് ചെയ്യും? ഒഴിഞ്ഞു പോകും. The world in its present form is passing away. 1 കൊരിന്ത്യർ 7:31. ഈ ലോകം, ഇന്നത്തെ ലോകം മാഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് പൗലോസിന്റെ സന്ദേശം. ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തട്ടെ. ഈ ലോകത്തിന്റെ ജ്ഞാനത്തെ ദൈവം ഇല്ലായ്മ ചെയ്യും. ക്രൂശിന്റെ വചനം, അതിലൂടെ ദൈവം മനുഷ്യർക്ക് രക്ഷയ്ക്കുള്ള സന്ദേശം കൈമാറുന്നു. യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്താലാണ് മനുഷ്യന് പാപമോചനത്തിനുള്ള വഴി ഒരുക്കിയത്. മറ്റൊരു മാർഗവുമില്ല. അതിൽ വിശ്വസിക്കുന്നവന് രക്ഷയാകും. അത് ദൈവത്തിന്റെ നീതിയാകും, വീണ്ടെടുപ്പാകും. അത് അവന്റെ ശുദ്ധീകരണമാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആരെങ്കിലും വീണ്ടും ജനിച്ചിട്ടില്ല എങ്കിൽ, രക്ഷിക്കപ്പെട്ടു എന്ന് ഉറപ്പില്ല എങ്കിൽ, ക്രൂശിന്റെ സന്ദേശം തെരുവുകളിൽ നിന്നും മറ്റ് മാധ്യമങ്ങളിലൂടെ നിങ്ങൾ കേൾക്കുമ്പോൾ ചിരിച്ചു തള്ളാതെ ആ സന്ദേശം നിങ്ങൾക്ക് ജീവരക്ഷ നൽകും എന്നുള്ള വിചാരത്തോടെ അതിനെ സ്വീകരിക്കുക. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് പ്രമാണിക്കുന്നതും പിൻപറ്റുന്നതും ശ്രേഷ്ഠമെന്ന് കരുതുന്നതുമായ ലോകത്തിന്റെ ജ്ഞാനത്തെ ദൈവം ഒരു ദിവസം ഇല്ലായ്മ ചെയ്യും. അന്ന് നിങ്ങളെ സഹായിപ്പാൻ ആർക്കും കഴിയുകയില്ല. അതുകൊണ്ട് മനുഷ്യന്റെ ഉദ്ധാരണത്തിന് കാരണമായി മരണത്തിൽ നിന്ന് അവനെ ഉയർപ്പിക്കേണ്ടതിന്, ദൈവം പാപം മരണത്തിൽ നിന്ന് അവനെ ഉദ്ധരിക്കേണ്ടതിന് ദൈവം ഭൂമിയിലേക്ക് അയച്ച ക്രിസ്തുവിൽ വിശ്വസിക്കണം. വിശ്വസിക്കുന്നവൻ രക്ഷപ്രാപ്തി. അതിന് നിങ്ങളെ ഒരിക്കൽ കൂടെ ആഹ്വാനം ചെയ്തിട്ട് വാക്കുകൾ നിർത്തുന്നു. അടുത്ത ഭാഗത്ത് വീണ്ടും കാണാം. കർത്താവിന്റെ കൃപ നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഇരിക്കുമാറാകട്ടെ. സ്തോത്രം.